കോൺഗ്രസിന് നേതൃദാരിദ്ര്യമെന്ന് ശശി തരൂർ എം.പി. പുതിയ വോട്ടർമാരെ ആകർഷിക്കാൻ ശേഷിയുള്ള നേതൃത്വം ഇല്ല എന്നാണ് വിമർശനം. കഠിനാധ്വാനം ചെയ്തില്ല എങ്കിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ദേശീയ തലത്തിൽ പോലും തിരിച്ചടി ഉണ്ടാകുമെന്നും ശശി തരൂർ മുന്നറിയിപ്പ് നൽകുന്നു. UDFിലെ ഘടകകക്ഷികൾ അതൃപ്തരെന്നും ശശി തരൂർ പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ പറഞ്ഞു. പാർട്ടിക്ക് തൻ്റെ സേവനങ്ങൾ വേണ്ടെങ്കിൽ മുന്നിൽ മറ്റു വഴികളുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനൻ, ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ എന്നിവർ ചേരുന്നു. ആദ്യം ജിഷ്ണു കൃഷ്ണനിലേക്ക്. ജിഷ്ണു, ശശി തരൂർ എം.പി. ഇപ്പോൾ വിമർശനത്തിൻ്റെ പാതയിലാണ്. കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുന്നു. നേതൃദാരിദ്ര്യം എന്ന ഏറ്റവും പുതിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് വേറെ വഴി നോക്കാൻ അറിയാമെന്നും ശശി തരൂർ പറയുന്നു. എന്താണ് ശശി തരൂരിൻ്റെ പുതിയ നീക്കം? ജിഷ്ണു കൃഷ്ണൻ. വിനോദ, നേതൃത്വത്തിന് വഴങ്ങാൻ ഉദ്ദേശമില്ല എന്ന നിലപാടിൽ തന്നെയാണ് ശശി തരൂർ എം.പി. ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും ശശി തരൂരിൻ്റെ പ്രതികരണങ്ങൾ, ഒപ്പം ഇപ്പോൾ ഒരു മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലും ശശി തരൂർ വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് വഴങ്ങിക്കൊണ്ട് മുൻപോട്ട് പോകാൻ ശശി തരൂർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ രാഹുൽ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ദേശീയ നേതൃത്വവുമായുള്ള ചർച്ചയിലും നേതൃത്വത്തിന് വഴങ്ങാൻ തരൂർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് പുതിയ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് തൻ്റെ സേവനങ്ങൾ പാർട്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ തന്നെ പാർട്ടിക്ക് വേണ്ടെങ്കിൽ തനിക്ക് പാർട്ടിയും വേണ്ട എന്നൊരു ലൈനിലാണ് ശശി തരൂർ മുൻപോട്ട് പോകുന്നത് എന്നാണ് ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് തന്നെ തൻ്റെ സേവനങ്ങൾ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട് എന്നുള്ളതാണ് തരൂർ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റേത് വഴികൾ ശശി തരൂർ തെരഞ്ഞെടുക്കും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടത്, പ്രത്യേകിച്ച് കേരളത്തിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ പാർട്ടിയോട് ഇറങ്ങി നിൽക്കുകയും ഒപ്പം CPMൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പുകഴ്ത്തിക്കൊണ്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ മേഖലയിലെ പ്രവർത്തനങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ടും ഒപ്പം മോദി സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെയും വിദേശ നയങ്ങളെയും എല്ലാം വാനോളം പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂരിൻ്റെ പ്രതികരണങ്ങൾ പുറത്തു വന്നത്. അത് തിരുത്തണമെന്ന് സംസ്ഥാന ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാകാതിരുന്ന ശശി തരൂർ ഏറ്റവും ഒടുവിൽ ദേശീയ നേതൃത്വവുമായുള്ള ചർച്ചയിലും സമവായത്തിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് പുതിയ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തനിക്ക് പുതിയ വഴികളുണ്ട്, അല്ലെങ്കിൽ തനിക്ക് മുൻപിൽ വഴികളുണ്ട് എന്ന് വ്യക്തമാക്കുന്നതോടൊപ്പം നിലവിൽ കോൺഗ്രസിനുള്ളിലുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച്, കോൺഗ്രസ് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഈ അഭിമുഖത്തിൽ തരൂർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തും ദേശീയ തലത്തിലും ഒരു നേതൃദാരിദ്ര്യം, ഈ ജനപിന്തുണ നേടിയെടുക്കുന്നതിനുള്ള നേതാക്കളുടെ കുറവും നേതാക്കളുടെ പ്രവർത്തനക്കുറവും ശശി തരൂർ എടുത്തു പറയുകയാണ്. കഠിനാധ്വാനം നടത്തിയിട്ടില്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും തുടർച്ചയായി തിരിച്ചടികൾ നേരിടേണ്ടി വരും. UDFിലും ഒപ്പം ദേശീയ തലത്തിലും കോൺഗ്രസിനൊപ്പമുള്ള ഘടകകക്ഷികൾ തൃപ്തരല്ല. അവർക്കെല്ലാം തന്നെ കോൺഗ്രസിനോട് അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് തരൂർ വ്യക്തമാക്കുന്നത്. ഒപ്പം തൻ്റെ അഭിപ്രായങ്ങൾ, ശശി തരൂരിൻ്റെ അഭിപ്രായങ്ങൾ വളരെ കൃത്യമായി സ്വതന്ത്രമായി അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ട്. കഴിഞ്ഞ തന്നെ വിജയിപ്പിച്ചത് ജനങ്ങളാണ്. കഴിഞ്ഞ 4 തവണ താൻ വിജയിപ്പിച്ചോളും പാർട്ടിക്കപ്പുറം ജനങ്ങൾ, സ്വതന്ത്രരായ ജനങ്ങൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ ജനങ്ങളും തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് എന്ന കാര്യം കൂടിയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പാർട്ടിയിലെത്തിയത് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തൻ്റെ സേവനങ്ങൾ പാർട്ടിക്ക് ആവശ്യമില്ലെങ്കിൽ തനിക്ക് മുൻപിൽ പുതിയ വഴികളുണ്ട് എന്നാണ് ശശി തരൂർ വ്യക്തമാക്കുന്നത്. തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് തരൂരിൻ്റെ ഈ ഒരു നിലപാടുകളും തുറന്നു പറച്ചിലുകളും വലിയ പ്രതിസന്ധി കോൺഗ്രസിന് സൃഷ്ടിക്കും. പ്രത്യേകിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്, കൂടാതെ ഈ വർഷം അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും സംസ്ഥാനം കടക്കുമ്പോൾ BJPയെ പുകഴ്ത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളെ പ്രശംസിച്ചുകൊണ്ടും തരൂരിൻ്റെ വാക്കുകൾ ഉണ്ടാകുന്നു. ഒപ്പം കേരളത്തിൽ LDF സർക്കാരിൻ്റെ വ്യവസായ മേഖലയിലെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തിക്കൊണ്ടും തരൂരിൻ്റെ ഭാഗത്തു നിന്ന്, കോൺഗ്രസിൻ്റെ നേതാവും ഒപ്പം MP എന്നുള്ള രീതിയിലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നത് കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുമ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും തുറന്നുപറച്ചിലുമായും തൻ്റെ മുന്നിൽ പുതിയ വഴികളുണ്ടെന്നും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കോൺഗ്രസ് നേതൃദാരിദ്ര്യം നേരിടുകയാണെന്നും കഠിനാധ്വാനം നടത്തിയില്ലെങ്കിൽ തുടർച്ചയായി തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നും ശശി തരൂർ വ്യക്തമാക്കുന്നത്. വിനോദ്, അപ്പോൾ തീർച്ചയായും നമുക്കറിയാം, നേരത്തെ രാഹുൽ
രാഹുലുമായിട്ടും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തിയതാണ് ശശി തരൂർ. എല്ലാ ആശങ്കകളും മാറി കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പറയാൻ തയ്യാറല്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് അറിയിച്ചത്. അപ്പോൾ രാഹുൽ തരൂർ കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകിയിട്ടില്ല, തരൂരിൻ്റെ അതിർത്തികൾ തുടരുന്നു എന്നുകൂടി നമുക്ക് ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ടോ ജിഷ്ണു കൃഷ്ണൻ? വിനോദ, തീർച്ചയായും നേതൃത്വത്തിന് വഴങ്ങാൻ ഉദ്ദേശമില്ല എന്നുള്ളത് തന്നെയാണ് തരൂരിൻ്റെ ഈ പുതിയ അഭിപ്രായങ്ങൾ, പുതിയ തുറന്നു പറച്ചിലുകളെ നോക്കിക്കാണേണ്ടത്. നേരത്തെ തന്നെ തരൂരിൻ്റെ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും പരിശോധിക്കുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് KPCCക്ക് വഴങ്ങിക്കൊണ്ടായിരുന്നില്ല മുൻപും ശശി തരൂരിൻ്റെ പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നത്. പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്ത സാഹചര്യത്തിൽ തരൂരുമായി ഡൽഹിയിൽ രാഹുൽ ചർച്ച നടത്തിയ തരത്തിൽ ദേശീയ നേതൃത്വവുമായി നടത്തിയ ചർച്ചകളിലും തരൂർ നേതൃത്വത്തിന് വഴങ്ങാനോ അല്ലെങ്കിൽ ദേശീയ നേതൃത്വം മുൻപോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനോ ശശി തരൂർ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ശശി തരൂർ മുൻപോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ ഉൾക്കൊള്ളാൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തയ്യാറായിട്ടില്ല. അത്തരത്തിലൊരു മഞ്ഞുരുകലോ അല്ലെങ്കിൽ സമവായത്തിലേക്കോ തരൂർ വിഷയത്തിൽ കോൺഗ്രസിന് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് തരൂരിൻ്റെ ഈ അഭിപ്രായങ്ങളും ഒപ്പം പുതിയ അഭിമുഖത്തിൽ നൽകിയിട്ടുള്ള തരൂരിൻ്റെ വാക്കുകളും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. കാരണം വളരെ കൃത്യമായും കോൺഗ്രസിനപ്പുറത്തേക്ക് തനിക്ക് പുതിയ വഴികളുണ്ട് എന്നുള്ളത് തന്നെയാണ് തരൂർ വ്യക്തമാക്കിയിട്ടുള്ളത്. പാർട്ടിക്ക് തൻ്റെ സേവനം ആവശ്യമില്ലെങ്കിൽ തനിക്ക് പുതിയ വഴികളുണ്ട് എന്ന് വ്യക്തമാക്കുമ്പോഴും വളരെ വ്യക്തമാണ്, വളരെ പ്രകടമാണ് രാഹുലുമായി നടത്തിയിട്ടുള്ള ചർച്ചയിലും തരൂരുമായുള്ള പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അത്തരത്തിൽ തരൂരിൻ്റെ പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതോടൊപ്പം നിലവിൽ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നങ്ങളും സംസ്ഥാന ദേശീയ തലത്തിൽ കോൺഗ്രസിനുള്ള പരാജയങ്ങളും കൂടിയാണ് ശശി തരൂർ തുറന്നു കാട്ടുന്നത്. അതെ, അങ്ങനെ തന്നെയാണ്. പ്രജിത് മോഹൻ കൂടി ചേരുന്നു. പ്രജിത്ത്, എന്തായാലും ശശി തരൂരിൻ്റെ പ്രതികരണങ്ങളും പുതിയ നീക്കങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് തന്നെ വഴിയൊരുക്കുകയാണ്. നമുക്കറിയാം, ശശി തരൂർ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ അമേരിക്കൻ യാത്രയെ പുകഴ്ത്തിക്കൊണ്ടും സംസ്ഥാനത്ത് വ്യവസായങ്ങൾക്ക് അനുകൂല കാലാവസ്ഥയാണ്, സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചുമൊക്കെ ശശി തരൂർ കോൺഗ്രസിന് വിരുദ്ധമായ അഭിപ്രായമാണ് പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ തുടരുകയാണ്. DYFI പരിപാടിയിൽ അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോയത്, അതേപോലെ തന്നെ CPMൻ്റെ നേതാക്കൾ അദ്ദേഹത്തെ പരിപാടിക്ക് നേരിട്ട് ക്ഷണിക്കാൻ പോയതൊക്കെ വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ ശശി തരൂർ ഇപ്പോൾ ഏറ്റവും അവസാനമായി നൽകിയ അഭിമുഖത്തിലും അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന് നേതൃദാരിദ്ര്യമുണ്ട്, അത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമുണ്ട്, അത് തിരുത്തിയില്ല എങ്കിൽ പുതിയ യുവാക്കളെ ആകർഷിക്കുന്ന പരിപാടികളൊന്നും ആവിഷ്കരിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയാകും, ഇനി നേതൃത്വത്തിന് തന്നെ വേണ്ടെങ്കിൽ തനിക്കും വേറെ വഴി തേടേണ്ടി വരും. ശശി തരൂർ കോൺഗ്രസിൽ നിന്നും പുറത്തേക്കുള്ള വാതിൽ തുറക്കുന്നു എന്ന് വേണോ ഇതിനൊപ്പം കൂട്ടി വായിക്കാൻ? പ്രജിത് മോഹൻ. വിനോദ, അത്തരം പ്രതികരണങ്ങളോട് നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. തരൂരിൻ്റെ ഈ പരാമർശങ്ങൾക്ക് പിന്നിൽ ചില വ്യക്തമായ അജണ്ടകൾ കൂടിയുണ്ട് എന്നുള്ളതാണ്. കാരണം ഒന്നെങ്കിൽ പാർട്ടിയിൽ ആവശ്യത്തിന് പരിഗണന നൽകുക, തൻ്റെ നേട്ടങ്ങൾ പാർട്ടി അംഗീകരിക്കുക, പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ കൂടുതൽ പരിഗണന സംസ്ഥാന കോൺഗ്രസിലും ദേശീയ തലത്തിലും തനിക്ക് നൽകുക എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് തരൂർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോഴും തരൂർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, തനിക്ക് ഇപ്പോൾ ഈ പണിയല്ലെങ്കിൽ മറ്റൊരു പണിയും അറിയില്ല എന്നൊന്നും കരുതരുത്, അല്ലെങ്കിൽ മറ്റു ഓപ്ഷനുകൾ തനിക്കില്ല എന്ന് വിചാരിക്കരുതെന്ന് തരൂർ പറഞ്ഞു വയ്ക്കുന്നു. അതായത് തരൂരിൻ്റെ ആ പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് പുസ്തകങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നടത്താനൊക്കെയുള്ള സംവിധാനങ്ങളെ പറ്റിയാണ്. എന്തായാലും പാർട്ടി വിട്ട് തരൂർ കോൺഗ്രസ് വിട്ടതിന് ശേഷം പ്രസംഗങ്ങളുമായി നടക്കുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. അപ്പോഴും തരൂർ മുന്നറിയിപ്പ് നൽകുകയാണ്, തനിക്ക് വേണമെങ്കിൽ പുറത്തു പോകാം, മറ്റു പാർട്ടികളിൽ തനിക്ക് ചേരാം എന്നുള്ള കാര്യമെല്ലാം തരൂർ മുന്നോട്ട് വയ്ക്കുന്നു. അതേസമയം തരൂർ ലക്ഷ്യമിടുന്നത് ആരെയൊക്കെയാണ് എന്നുള്ള ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമാകുക എന്നുള്ളതാണ്. കാരണം രാഹുൽ ഗാന്ധി മുതൽ VD സതീശിനെ വരെ, ഈ പറയുന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവിനെ വരെ ശശി തരൂർ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം തരൂർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളിൽ, ആ പോഡ്കാസ്റ്റ് എന്ന അഭിമുഖത്തിൽ നൽകിയ സ്റ്റേറ്റ്മെന്റുകളിൽ ഏറ്റവും പ്രസക്തമായി എനിക്ക് തോന്നിയത് 2026 ഇലക്ഷനെ കുറിച്ചും തിരുവനന്തപുരത്തെ തന്റെ വിജയത്തെക്കുറിച്ചുമാണ്. തരൂർ പറയുന്നത് പാർട്ടിക്ക് പുറത്തു നിന്നുള്ള വോട്ടുകൾ തനിക്ക് ലഭിച്ചിരിക്കുന്നു, പാർട്ടിയെക്കാളും സ്വീകാര്യത തനിക്ക് തിരുവനന്തപുരത്തുണ്ട്, ഒരു ആകർഷണം തന്നോട് തിരുവനന്തപുരത്തുകാർക്കുണ്ട്, അതുകൊണ്ടാണ് താൻ ജയിക്കുന്നത്, താൻ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക്, ആളുകൾക്ക്, വോട്ടർമാർക്കൊക്കെ വളരെ ഇഷ്ടമാണ്. 2026, അതായത് പാർട്ടിക്ക് പുറത്തു നിന്നുള്ള നമ്മളുടെ പരമ്പരാഗതമായ വോട്ടർ ബാങ്കിൽ നിന്നുള്ളതിനേക്കാളും പുറത്തു നിന്നുള്ള വോട്ടുകൾ കൂടുതലായി തനിക്ക് അതായത് ശശി തരൂരിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 2026 അത് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലൊരു നേതൃമാറ്റം ഇല്ല എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് പര്യാപ്തമായ ഒരു നേതൃത്വം സംസ്ഥാന കോൺഗ്രസിൽ ഇല്ല എന്ന് പറയുമ്പോൾ, നല്ല നേതാക്കളില്ല എന്ന് തരൂർ പറഞ്ഞു വയ്ക്കുമ്പോൾ, അതോടൊപ്പം തന്നെ ഈ ഏത് തരം വോട്ട് ബാങ്കാണ് ആകർഷിക്കേണ്ടത്, താൻ നേടിയ തരത്തിലുള്ള വോട്ട് ബാങ്കുകൾ ആകർഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഒപ്പം നേതൃപദവിയിലേക്ക് വരാൻ തനിക്കും അർഹതയുണ്ടെന്ന് ചില സ്വതന്ത്ര പഠനങ്ങൾ
കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും തരൂർ പറഞ്ഞു വയ്ക്കുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കൂടുതൽ പരിഗണന അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിന്റെ നേതൃപദവി ആർക്കായിരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തരൂർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു വെക്കുകയാണോ എന്നുള്ള കാര്യം നമ്മൾ ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കെ മുരളീധരൻ പോലും ഇപ്പോൾ തരൂർ പറഞ്ഞ ഒരു കാര്യത്തെയും അദ്ദേഹം എതിർത്ത് പറഞ്ഞില്ല എന്നുള്ളതാണ്. കാര്യമായ ഒരു വിമർശനം തരൂരിനെതിരെ പാർട്ടി വിരുദ്ധ മനോഭാവമാണെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരാമർശവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഒപ്പം കോൺഗ്രസിൽ പൊതുവെ തരൂരിന്റെ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളോട് പ്രതികരിക്കേണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറുപടി നൽകി പ്രശ്നങ്ങൾ കൂടുതൽ ഒരു ചർച്ചകളിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാക്കേണ്ട എന്നുള്ള പൊതുധാരണ പോലും അട്ടിമറിച്ചുകൊണ്ട് കെ മുരളീധരൻ ശശി തരൂർ പറഞ്ഞ ചില കാര്യങ്ങൾ കേൾക്കണം, അദ്ദേഹത്തിന്റെ പരാതികൾ പരിഹരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നിലും വി ഡി സതീശനെ അടക്കമുള്ളവരെ നേരിടുന്ന അല്ലെങ്കിൽ വി ഡി സതീശ വിരുദ്ധ വിഭാഗത്തിന്റെ ഒരു പിന്തുണ ശശി തരൂരിന് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ ചർച്ചകളിലേക്ക് വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പാർട്ടി പറയുന്നത് ശശി തരൂരിൻ്റെ പ്രതികരണങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളോട് പ്രതികരിക്കേണ്ട എന്നുള്ളതാണ്. പക്ഷേ വി ഡി സതീശന് എതിർ നിൽക്കുന്ന നേതാവായിട്ടുള്ള അല്ലെങ്കിൽ ആ വി ഡി സതീശ വിരുദ്ധ ഭാഗത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാളായ കെ മുരളീധരൻ ശശി തരൂർ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആശങ്കകളൊക്കെ ഒന്ന് പരിഹരിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളൊക്കെ പരിഹരിക്കണം എന്ന് പറയുമ്പോൾ കൃത്യമായ പിന്തുണ ശശി തരൂരിന് നൽകുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാന കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും ഒക്കെ ഘടകകക്ഷികൾക്ക് പോലും അതൃപ്തിയുണ്ട്, അത് തന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായി പറയുകയാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ പോരായ്മയുണ്ട് എന്നുള്ളത് ഘടകകക്ഷികൾ കൂടി ചിന്തിക്കുന്നു എന്നുള്ളതും തരൂർ പറഞ്ഞു വയ്ക്കുന്നു. ഒപ്പം മറ്റൊരു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയെക്കുറിച്ച് ശശി തരൂർ രൂക്ഷമായ വിമർശനം ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി ഒരു ആൾക്കൂട്ടം മാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ശശി തരൂർ ഈ പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ പറയുന്നത്. അവിടെ കാര്യമായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല, നൂറുകണക്കിന് ആളുകൾ ഇരിക്കുന്നു. വിവിധ പദവികളിലുള്ളവർ, നേരത്തെ ഉണ്ടായിരുന്ന അംഗങ്ങൾ മുതൽ ഇപ്പോഴുള്ള അംഗങ്ങളും ജനറൽ സെക്രട്ടറിമാരും ഒക്കെ അങ്ങനെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സും പ്രത്യേക ക്ഷണിതാക്കളും അങ്ങനെ നിരവധി ആളുകൾ കൂടുന്ന നൂറുകണക്കിന് ആളുകൾ ചേർന്ന ഒരു സമ്മേളനം മാത്രമായി കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി മാറിയിരിക്കുന്നു എന്നുള്ളതും കാര്യമായ ഒരു തീരുമാനവും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ ഉണ്ടാകുന്നില്ല എന്നും തരൂർ പറഞ്ഞു വയ്ക്കുമ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ AICC നേതൃത്വത്തെയും രൂക്ഷമായി വിമർശിക്കുകയാണ്. സംഘടനാ ശേഷിയിൽ വലിയ വീഴ്ചകൾ വന്നിരിക്കുന്നു എന്നുള്ളത് പറയുന്നു. വോട്ട് ആകർഷിക്കാൻ ദേശീയ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് രാഹുൽ ഗാന്ധിക്കിട്ടുള്ള ഒരു ഒളിയമ്പ് കൂടിയാണ്. കൃത്യമായി കോൺഗ്രസ് നേതൃത്വത്തിന് നിലവിലുള്ള വോട്ടിൽ കൂടുതൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ ഘടകകക്ഷികളുടെ അടക്കം എതിർപ്പുകൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ ഉന്നം വെച്ചിട്ടുള്ള ഒരു പരാമർശമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. ശശി തരൂർ പറയുന്നു താനും നേതൃത്വത്തിന് അല്ലെങ്കിൽ നേതൃപദവികൾ വഹിക്കാൻ മറ്റാരേക്കാളും കൂടുതൽ സ്റ്റേക്ക് തനിക്കുണ്ട് എന്നുള്ളതാണ് ചില സ്വകാര്യ ഏജൻസികൾ നടത്തിയ പഠനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് 2026 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവണമെങ്കിൽ അതിനും കഴിവ് തനിക്കുണ്ട് എന്നുള്ളതാണ് ശശി തരൂർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. പരമ്പരാഗതമായ വോട്ട് ബാങ്കിനേക്കാളും പുറത്തു നിന്നുള്ള വോട്ടുകൾ ആകർഷിക്കാനുള്ള ശേഷി തനിക്കുണ്ട്, അതിന് ആളുകൾക്ക് തന്നെ ഇഷ്ടമാണ്, തനിക്ക് വോട്ട് ചെയ്യാനൊക്കെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും എന്നുള്ളതൊക്കെയാണ് ശശി തരൂർ പറഞ്ഞു വയ്ക്കുന്നത് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. എന്തായാലും ശശി തരൂരിൻ്റെ ഓപ്ഷൻസ് എന്തായിരിക്കും എന്നുള്ളതായിരിക്കും ഇനി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത്രയധികം രൂക്ഷ വിമർശനങ്ങൾ നടത്തിയിട്ട് ശശി തരൂരിന് എങ്ങനെ പാർട്ടിയിൽ തുടരാനാകും എന്നുള്ളൊരു ചോദ്യം എന്തായാലും ഇനി ഉയർന്നു കേൾക്കും. തിരുവനന്തപുരത്തൊക്കെ ശശി തരൂരിനെതിരെ വലിയ വികാരം ജില്ലാതലത്തിലൊക്കെ പ്രവർത്തകർക്കിടയിലുണ്ട്. കാരണം MP ആയിരുന്നതിന് ശേഷം അദ്ദേഹം മണ്ഡലത്തിലേക്കൊന്നും അധികം എത്തുന്നില്ല, താഴെത്തട്ടിലിറങ്ങിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ കോൺഗ്രസിൽ DCCക്കും ഒക്കെ എപ്പോഴും ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന് നൽകിയ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ ശശി തരൂർ തിരിയുന്നത് നന്ദികേടാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ സാധാരണ തലത്തിൽ നിന്നുള്ള പ്രവർത്തകരടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളായി ഉയർത്തിയിരുന്നു. നവമാധ്യമങ്ങളടക്കം ശശി തരൂരിനെതിരെ വലിയ സൈബർ അറ്റാക്ക് പോലും നടന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ആ സൈബർ അറ്റാക്കിനെ പറ്റിയൊക്കെ ചൂണ്ടിക്കാട്ടിയതാണ്. അതായത് ശശി തരൂരിനെ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർ നവമാധ്യമങ്ങളിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ച കണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് കാരണം തരൂരിനോട് മണ്ഡലത്തിലുമൊക്കെയുള്ള വലിയ അതൃപ്തിയാണ് എന്നുള്ളതും പറയാതിരിക്കാൻ വയ്യ.